പ്രൈസ് ലോർഡ്. ഇന്ന് ദൈവത്തിന് ഒരു സാക്ഷിയായി നിങ്ങളുടെ നടുവിൽ ഇരിപ്പാൻ ദൈവം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ പേര് റോബർട്ട് സിംഗ് എന്നാണ്. മീഡിയയിൽ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഇതിന് കാരണമായിരിക്കുന്ന ക്രൈസ്റ്റ് ബ്ലെസ്സസ് എന്നുള്ള യൂട്യൂബ് ചാനലും എൻ്റെ അനീഷ് എന്നുള്ള ദേവദാസനുമായിട്ട് ഇത് കാണുവാനും എൻ്റെ സാക്ഷ്യം പറയുവാനും ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാസ്റ്റർ എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാനൊരു ഇന്ത്യയിലെ തമിഴ്നാട് തമിഴ്നാട് സ്റ്റേറ്റിലെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഇടയ്ക്കോട്, കേരളത്തോട് ചേർന്നുള്ള ഇടയ്ക്കോട് എന്നുള്ള ഒരു പഞ്ചായത്തിലാണ് ജനിച്ചത്. എൻ്റെ പപ്പയുടെ പേര് കാർലോസ് റൂബൻ എന്നാണ്. അമ്മയുടെ പേര് നക്ഷത്രം എന്നാണ്. അവർക്ക് അഞ്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 2 പെൺമക്കളും 3 ആൺമക്കളും. അതിൽ ലാസ്റ്റുള്ള മകനാണ് ഞാൻ, റോബർട്ട് സിംഗ് എന്ന്. ജനിച്ചത് മുതൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതാണ്. ജനിച്ച ഒരു 5 വയസ്സ് ആകുമ്പോൾ എനിക്കൊരു വല്ലാത്ത ശാരീരിക പ്രശ്നം ഉണ്ടായിരുന്നു. അത് മരിച്ചു പോകും എന്ന് ദേശത്തിലുള്ളവരെല്ലാവരും വിചാരിച്ചു. എന്നാൽ അപ്പോൾ മേൽപ്പുറം എന്നുള്ള സ്ഥലത്തിൽ പാസ്റ്റർ സാമുവേൽ എന്നുള്ള ദേവദാസൻ അവിടെ അവരുടെ ചർച്ചിലാണ് കൊണ്ടുപോയി എന്നെ പ്രാർത്ഥിച്ച് ദൈവം അത്ഭുത സുഖം തന്നു. പിന്നെ ഞാൻ അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എൻ്റെ പപ്പയും അമ്മയും ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ദൈവവേലയിൽ വരുന്നത്. എൻ്റെ മൂത്ത 2 ചേട്ടന്മാർ അതിനു മുമ്പേ തന്നെ ചെന്നൈയിൽ ജോലിക്കായി പോയിരുന്നു. എൻ്റെ ചേച്ചിയും ഞാനും കൂടെ ഉണ്ട്. വേറൊരു ചേച്ചി അതിനു മുമ്പേ തന്നെ പപ്പായൊക്കെ വിശ്വാസത്തിൽ വരുമ്പം തന്നെ മരിച്ചുപോയി. അങ്ങനെ ഞാനും ചേച്ചിയും പപ്പയും അമ്മയും ദൈവവേലയിൽ കൂടെ പ്രവർത്തിക്കാനും സഭയിലായിരുന്നു. പപ്പ പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ച് പല സംഘടനകളിൽ പ്രവർത്തിച്ച കടൈശയായി ഈ ഇടയ്ക്കോട് എന്നുള്ള സ്ഥലത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം കൃപ കൊടുത്തു. ഇവിടെ വന്ന ശേഷം ശത്രു എന്നെ വല്ലാതെ പിടിച്ചു. ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ നല്ല ഒരു സ്പോർട്സ് മാനാണ്. ആ സ്പോർട്സ് ക്രിക്കറ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ പോയി അവിടെ നിന്ന് എൻ്റെ ബുദ്ധിയിൽ വേറെ ചിന്തകളുണ്ടായി. വീട്ടിൽ വരാൻ പറ്റാതെ അങ്ങനെ ദേശത്തിൽ അലഞ്ഞു തിരിഞ്ഞു. ഒരു ബുദ്ധിസ്വാധീനമില്ലാത്ത ഒരു വ്യക്തിയെ പോലെ റോഡോരങ്ങളിൽ കിടന്നു. വീട്ടിൽ മാത്രം വരില്ല, അവിടെ കൈനീട്ടി കടകളിൽ എന്തെങ്കിലും വാങ്ങിച്ച് തിന്നിട്ട് അവിടെ എവിടെയെങ്കിലും കിടക്കും. അങ്ങനെ റോഡിലോട്ട് നടന്ന് പച്ചവെള്ളം കുടിച്ച് നടന്ന് നീണ്ട ഒരു 4 മാസത്തോളം തമിഴ്നാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു. ഒരു ബുദ്ധിസ്വാധീനമില്ലാത്ത ഒരു വ്യക്തി എങ്ങനെ ഇരിക്കുമോ അതുപോലെ എങ്ങനെ ഉടുക്കണം, എങ്ങനെ കുളിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ള ഒന്നും അറിയാതെ നടന്നു തിരിഞ്ഞു. അപ്പോൾ വീട്ടിൽ പ്രാർത്ഥനയാണ്. ഇവിടെ ദൈവമക്കളും പപ്പായും അമ്മയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ മകൻ കിട്ടണം എന്ന്. എന്നാൽ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു പിള്ളേരെ തേടി പിടിക്കുന്ന പോലീസിൻ്റെ കയ്യിൽ ഞാൻ അകപ്പെടാനും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിക്കുവാനും വിളുപ്പുരം എന്നുള്ള സ്ഥലത്തിൽ വെച്ച് പിടിക്കുവാനും അവരെന്നെ പിള്ളർ ജയിലിൽ കൊണ്ടടയ്ക്കുവാനും അങ്ങനെ അടച്ച് അതിൻ്റെ പിന്നീട് കുറച്ച് അവിടെ ഒരു 3 ആഴ്ചയോളം അവിടെ ഇരുന്നു. പിന്നെ എൻ്റെ ഇവിടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം കുറച്ച് ബുദ്ധിക്ക് വിടുതൽ തന്നു. അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. അവിടെ നിന്ന് നേരെ ഇവിടെ അഡ്രസ്സ് വിളിച്ച് ലെറ്റർ അയച്ച് വീട്ടിലയച്ച് ഇവിടെ നിന്ന് വന്ന് എന്നെ കൊണ്ടുവന്നു.
അതിൻ്റെ പിന്നീട് എൻ്റെ പഠിത്തം അതോടെ നഷ്ടമായി. പിന്നെ ലോകപ്രകാരമായിട്ട് ഒരു 6-7 വർഷം ലോകത്തിൽ പല ജോലികൾ ചെയ്തു. പഠിക്കണം എന്നുള്ള ചിന്തയില്ലാതെ കൂട്ടുകാരോട് ചേർന്ന് ലോകത്തിൽ പലവിധമായിട്ടുള്ള പാവങ്ങൾക്കും പലവിധമായിട്ടുള്ള കൂട്ടുകെട്ടുകൾക്കൊക്കെ അടിമത്തനത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നു. ആർക്കും അടങ്ങാതെ, ആര് പറഞ്ഞാലും കേൾക്കാതെ, പപ്പയും അമ്മയും ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാക്ഷ്യമില്ലാതെ ഒരു മകനായിട്ട് ഞാൻ അതിൻ്റെ നടുവിൽ ജീവിച്ചുകൊണ്ടിരുന്നു. ലോകത്തിലെങ്ങനെ ജീവിക്കുക, എപ്പോൾ പോകും, എപ്പോൾ വരും എന്നറിയാത്ത ഒരു ജീവിതം. ലഘുവൻ പിടിച്ച മനുഷ്യനെ പോലെ എവിടെ കിടക്കും, കിട്ടുന്നിടത്ത് കിടക്കും, റോട്ടോരങ്ങൾ കിടക്കും. സിനിമയ്ക്ക് പോയാൽ അങ്ങനെ പോകും, നൈറ്റ് ഷോ കണ്ടിട്ട് അവിടെ എവിടെയെങ്കിലും കിടക്കും, തോന്നിയാൽ വീട്ടിന് വരും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു എൻ്റെ ജീവിതം. നിറയെ കൂട്ടുകാരുണ്ടായിരുന്നു. നല്ല സ്പോർട്സിൽ നന്നായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒന്നിലും ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ കഴിയാതെ ലോകപ്രകാരമായി ജീവിച്ച് അങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. എന്നാൽ 1998 വർഷം ആ ജീവിതത്തിൽ നിന്നൊരു വലിയ മാറ്റം ദൈവം എനിക്ക് തന്നു. ഞാൻ 97 നവംബറിൽ സ്നാനപ്പെട്ടു. അപ്പോൾ തന്നെ അതിൻ്റെ കുറച്ച് ദിവസത്തിൻ്റെ മുമ്പേ തന്നെ ദൈവം എന്നെ അഭിഷേകത്തിൽ നിറച്ചു. അതിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ വിടുതൽ വരാൻ തുടങ്ങി. അപ്പോഴാണ് 98 ഞാൻ ഇന്ത്യൻ ആർമിയിൽ ജോലി കിട്ടാനും അവിടെ ജോലി ചെയ്യുവാനും ദൈവം കൃപ തന്നു. ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞു. അവിടെ തന്നെ ദൈവം എന്നെ ഉയർത്തി. ആ ക്യാമ്പസിൽ തന്നെ തിരുച്ചിയിലുള്ള PROയിലാണ് ഞാൻ റിക്രൂട്ട്മെൻ്റ് ആയത്. അവിടെ നിന്ന് ഞാൻ ജോലി ചെയ്ത് അവിടെ ക്യാമ്പസിൽ തന്നെ അതുവരെയിലുമില്ലാതെ ഒരു വലിയ മാറ്റം ഉണ്ടാകത്തക്കതാകെ ദൈവം എന്നെ അവിടെ ഉപയോഗിച്ചു. അവിടെ ക്രിസ്തീയ പാട്ടുകൾ പാടുവാനും ആ പാട്ട് കേട്ട് അവിടെ ഉള്ള ഓഫീസർമാരെ ആരാണ് ഇതുവരെയിൽ നമ്മുടെ ക്യാമ്പസിൽ ഇത് ചെയ്തിട്ടില്ല എന്ന് വന്ന് ചോദിക്കുവാനും അതിന് വലിയ ദൈവത്തെ ഉയർത്തിയത് കൊണ്ട് അവിടെ എന്നെ ഓരോ ഘട്ടങ്ങളിലും ട്രെയിനിങ് ടൈമിൽ തന്നെ ഒരു ഉന്നത സ്ഥലത്തിൽ അവർക്കെല്ലാം ഹെഡായിട്ട് മാറ്റുവാനും ദൈവം എന്നെ ഉപയോഗിച്ചു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും വരെയിലും അതിനു മുമ്പേ ഞാനിവിടെ ലോകത്തിലിവിടെ അമ്മയുടെ പപ്പയുടെ ഒക്കെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ പലപ്പോഴും ഞങ്ങളുടെ സഭയിൽ ഉണർവ് യോഗങ്ങൾ നടക്കാറുണ്ട്. പല ദൈവദാസന്മാർ വരാറുണ്ട്. അപ്പോഴെല്ലാം അവർ പറയുന്ന ഒരു കാര്യമാണ്, റോബർട്ട് സിംഗ് ദൈവവേലയ്ക്കാണ് ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നതെന്ന്. അപ്പോഴൊക്കെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഹൃദയത്തിൽ ഉണ്ടാതെ ഇരിക്കും, ഒന്നും സംസാരിക്കില്ല, എന്ന് പറയും. പക്ഷേ ഹൃദയത്തിൽ എന്തായാലും ഈ ദൈവവേലയ്ക്ക് വരരുത്, ഈ ദൈവവേല വേണ്ട, അത്ര കഷ്ടമാണ്, അത്ര പാടുകളാണ്, അതുകൊണ്ട് ഇത് വേണ്ട, ജോലി ചെയ്യണം എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ജീവിച്ചിരുന്നു. അപ്പോൾ അവിടെ ആർമിയിൽ എൻ്റെ ട്രെയിനിങ്ങൊക്കെ തീർന്ന് ഖസംബറയുടെ ഒക്കെ തീർന്നിട്ട് ഞാൻ ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ തന്നെ ഒരു നല്ല പൊസിഷനില്ല ദൈവം എന്നെ അവിടെ ആക്കി വെച്ചിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഒരു 1.5 വർഷം സർവീസ് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ദൈവാത്മാവ് രാത്രി 12 മണിയാകുമ്പോൾ എൻ്റെ കട്ടിലിൽ റിച്ചർഡിലെ വന്നു എന്നെ നേരിട്ട് ദർശനം തന്നു, വിളിച്ചു, ഇനി ദൈവവേല ചെയ്യണമെന്ന്. അന്ന് ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു, ദൈവശബ്ദം കേട്ടു. അന്ന് വരെ ഇല്ലാതെ ഒരു വലിയ മാറ്റം എൻ്റെ ചിന്തയിൽ വന്നു, എൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദൈവത്തിൽ സമർപ്പിച്ചു അന്ന് രാത്രി എന്നെ. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ജോലി ചെയ്ത് എൻ്റെ പപ്പയും അമ്മയ്ക്കും പാതി ശമ്പളം തരാം, അതും ദൈവവേലയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് പോയത്. അപ്പോൾ ഇനി എല്ലാം നീ തന്നെ നോക്കണം. 2 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു. ഈ ക്യാമ്പസിൽ നിന്ന് ഒരു പ്രശ്നവുമില്ലാതെ ദൈവം എന്നെ വെളിയിൽ കൊണ്ടുപോകണം, ദൈവവേലയ്ക്ക് നീ വിളിച്ചത് ഉറപ്പാണെങ്കിൽ. രണ്ടാമത്തെ കാര്യം, റോബർട്ട് സിംഗ് എന്നുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി
ഞാൻ ഒരു രൂപയുടെ അല്ലെങ്കിൽ ഒരു പെൻസിൽ പോലും ആരടുത്തും ചോദിക്കില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ ദൈവം നോക്കണം, ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ദൈവത്തിൽ സമർപ്പിച്ചത്. അങ്ങനെ ദൈവത്തിൽ സമർപ്പിച്ച കുറേ നാட்கள், 1, 2, 3 മാസങ്ങളാകുമ്പം തന്നെ ഞാൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു തലക്കറക്കം പോലെ വന്നു. തലചുറ്റൽ വന്ന് അവിടെ വീഴുന്നു. അവരുടനെ തന്നെ അവിടെ GH ഗവൺമെൻറ് GH കൊണ്ട് എന്നെ അഡ്മിറ്റ് ചെയ്തു. അവിടെ ഒരു 2-3 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു, ഇല്ല, ചെന്നൈയിലുള്ള മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റായി. അവിടെ ഒരു 2 ആഴ്ച അവിടെ ഉണ്ടായിരുന്നു. അവർ എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ ബംഗളൂരുള്ള കമോണ്ടോ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കി. അവിടെ ഒരു 3 ആഴ്ച ഉണ്ടായിരുന്നു. അവിടെ എന്നെ എന്ത് രോഗമെന്ന് അറിയാത്തതുകൊണ്ട് സൈക്കാട്രിക് വാർഡിലാണ് എന്നെ അഡ്മിറ്റ് ചെയ്തത്. അവർ എൻ്റെ ആക്ടിവിറ്റീസ്, ഞാൻ എന്ത് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് അവിടുത്തെ ഇൻചാർജ് ഡോക്ടർ ചോദിച്ചു, റോബർട്ട് സിംഗ്, നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ ജോലിയിലിരിക്കുകയാണോ പോവുകയാണോ എന്ന് ചോദിച്ചു. വേണ്ടാമെന്ന് വെച്ച് പോവുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ ദൈവത്തിൽ സമർപ്പിച്ചപ്പോൾ ചോദിച്ചതുപോലെ ഒരു പ്രശ്നമില്ലാതെ എന്നെ ഇവിടെ നിന്നോ എന്നെ ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ആ വാക്ക് ദൈവം അംഗീകരിച്ചു. ആ ഡോക്ടറോട് ദൈവം സംസാരിച്ച് ഒരു പ്രശ്നമില്ലാതെ. അപ്പോൾ ഡോക്ടർ ചോദിച്ചത് പെൻഷൻ വേണോ, പെൻഷനോടെ പോവുകയാണോ പെൻഷനില്ലാതെ പോവുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പെൻഷൻ വേണമെങ്കിൽ 6 മാസത്തിനൊരിക്കൽ നിങ്ങൾ വന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്യണം, അഡ്മിറ്റ് ആകണം. 2 ആഴ്ച 3 ആഴ്ച ഇവിടെ അഡ്മിറ്റായി അൺഫിറ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്താൽ 6 മാസത്തിലൊരിക്കൽ കൊണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് സർവീസ് ഇല്ലാത്തതുകൊണ്ട് പെൻഷൻ കിട്ടൂ, അല്ലെങ്കിൽ കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം പറഞ്ഞ ഒരു ഉണർവ് തന്നു, നമ്മൾ പോകുകയല്ലേ, ഇനി ഒന്നും വേണ്ട, ഈ ദൈവത്തിന് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടി പോകുന്നതുകൊണ്ട് ലോകപ്രകാരമായിട്ടുള്ള ഒരു പെൻഷനും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പെൻഷൻ ഇല്ലാതെ എഴുതുക ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ശരി, ഞാൻ അങ്ങനെ എഴുതാൻ അൺഫിറ്റാണ്, ഇനി നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, പെൻഷനൊന്നും വേണ്ട എന്നുള്ള ഇതിലാണ് എഴുതിയത്. അങ്ങനെ ദൈവം ഫസ്റ്റ് ഞാൻ ദൈവത്തോട് പറഞ്ഞ ആ ഡിമാൻഡിന് ഒരു കുഴപ്പവുമില്ലാതെ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുവാനും ഞാനും അവിടെ നിന്ന് ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് വരുവാനും ദൈവം കൃപ ചെയ്തു. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ട് വീട്ടിൽ അറിയിച്ചിട്ടില്ല ഞാനിങ്ങനെ വേണ്ടാന്ന് വരുന്നുവെന്ന്. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ക്യാമ്പിലുള്ള ഓഫീസേഴ്സ് വീട്ടിൽ ലെറ്റർ അയച്ച് ഞാൻ വന്നിട്ട് ഒരു 3-ാം ദിവസമാണ് ആ ലെറ്റർ വീട്ടിൽ വരികയാണ്. അവരെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ റിസൈൻ ചെയ്യണ്ട, നിങ്ങൾക്ക് ക്യാമ്പസിൽ തന്നെ ഞങ്ങൾ ഒരു നല്ല പൊസിഷനിൽ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യാം, നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ. അത് വായിച്ചപ്പോൾ പപ്പയും അമ്മയും അങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ ജോലി വേണ്ടാന്ന് പറഞ്ഞിട്ട് വന്നത്. അന്നെ പിന്നീട് പപ്പയും അമ്മയും ദൈവവേലയിൽ ചെയ്തുകൊണ്ടിരുന്നാലും കഷ്ടത്തിൽ പോയതുകൊണ്ട് അവർക്ക് ഒരു 10 വർഷമെങ്കിലും ജോലി നോക്കാമായിരുന്നു എന്ന് പറഞ്ഞ് അവരെല്ലാവരും എന്നെ ആപ്പോസിറ്റായി. എനിക്ക് വീട്ടിൽ തന്നെ എല്ലാം ആപ്പോസിറ്റായി. എൻ്റെ സ്വന്തം ബന്ധങ്ങൾ, എൻ്റെ സഹോദരങ്ങളെല്ലാവരും ജോലി ചെയ്യാതെ കിട്ടിയ ജോലിയെ തള്ളിയിട്ട് വന്നു എന്ന് പറഞ്ഞ് അവർ എല്ലാവരും തള്ളിക്കളഞ്ഞു. ലോകത്തിൽ എൻ്റെ ചർച്ചക്കാരെല്ലാവരും വെറുത്തു, എൻ്റെ കൂട്ടുകാരെല്ലാവരും വെറുത്തു. അങ്ങനെ ഒരു മനസ്സമാധാനമില്ലാതെ ലക്ഷദ്വീപിൽ കവരത്തിയിൽ ഒരു 3 മാസം എൻ്റെ ചേച്ചിയും അളിയനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു 3 മാസം മനസ്സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, എന്താണ് ദൈവഗതമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു 3 മാസം കവരത്തിയിലുണ്ടായിരുന്നു. 3 മാസം അവിടെ നിന്ന് വന്ന് 2001 മെയ്യിലാണ് ഞാൻ ബൈബിൾ കോളേജിൽ ആത്മീക മന്ന ബൈബിൾ കോളേജ്, അത് വെള്ളയിടയിലുണ്ട്, കളവന്തിട്ടയിലുള്ള തമിഴ് ക്ലാസ്സാണ് ഞാൻ പഠിച്ചത്. BTH പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിൽ ഏൽപ്പിക്കുവാൻ പല കഷ്ടങ്ങളുണ്ട്. ബസ്സിന് പോലും കാശില്ലാതെ നടന്ന് പോയിട്ടുണ്ട്. ഒരു 8 കിലോമീറ്ററൊക്കെ നടന്ന് ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ തന്നെ ദൈവവേലയ്ക്ക് സമർപ്പിച്ച് വന്നു. ദൈവവേല ആരെങ്കിലും വിളിക്കുമ്പോൾ അവിടെ പോയി ദൈവം തന്ന കൃപയ്ക്ക് ഒത്തവണ്ണം വചനങ്ങൾ പറയുവാനും
സാക്ഷ്യങ്ങൾ പറയുവാനും ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. 3 വർഷം നല്ല രീതിയിൽ ഗ്രാജുവേറ്റ് ചെയ്യാൻ ആ കോളേജിൽ തന്നെ, അയൽ കോളേജിൽ തന്നെ 35 പേര് പഠിച്ച ഇടയിൽ ഒരു ഫസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് ദൈവം എന്നെ അവിടെ മാനിച്ചു. അവിടെ നിന്ന് ഞാൻ ദൈവവേലയിൽ ഇറങ്ങി. എൻ്റെ ചിന്തയൊക്കെ ഇനി ഈ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പപ്പയുടെ ദൈവവേലയിലല്ല, ഒരു മിഷനറി ആയിട്ട് കുറച്ച് കാലം വട ഇന്ത്യയിൽ പോകണം എന്നുള്ള ചിന്തയിൽ ഞാൻ BTH കഴിഞ്ഞപ്പോൾ MD അവർ ചോദിച്ചു ഫ്രീ ആയിട്ട് വന്ന് പഠിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അത് പഠിക്കാതെ ഞാൻ മിഷനറി ആയിട്ട് പോകണമെന്ന് പറഞ്ഞ് വിചാരിച്ചാണ് MD വേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ വന്നപ്പോൾ ദൈവത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച 1-2 മാസങ്ങളാകുമ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ 2004 ജൂൺ 14 എൻ്റെ മാരേജ് ആകുന്നു. എൻ്റെ ഭാര്യയുടെ പേര് അരുൾ അനിത എന്നാണ്. അവർ ആത്മീയമായിട്ട് എന്നെ ഇവിടെ നല്ല വളർന്ന ഒരു ദൈവ പൈതലായിരുന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എന്നെക്കാളും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ള ചിന്ത ഉള്ള ഒരു വ്യക്തിയെ ദൈവഹിതമായി ദൈവം ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ യോജിപ്പിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അന്ന് എനിക്ക് സഭയായിട്ട് ചാർച്ചൊന്നുമില്ല. ദൈവം തരുന്ന ദൈവവേല മാത്രം തന്നെ. എൻ്റെ ചർച്ചിൽ പപ്പ പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടും, പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിക്കും. അങ്ങനെ ജീവിച്ചു പോയി. അപ്പോഴാണ് മാരേജ് കഴിഞ്ഞ 1 വർഷം കഴിയുമ്പോൾ തന്നെ ദൈവം എൻ്റെ പപ്പയും അമ്മയും രക്ഷിക്കപ്പെട്ട ചർച്ച് എനിക്ക് ചാർച്ചായിട്ട് എനിക്ക് കിട്ടുവാൻ ദൈവം കൃപ ചെയ്തു. അവിടെ 3 വർഷം പ്രവർത്തിച്ചു. അവിടെ വരുമാനം വളരെ കുറവായാലും ദൈവത്തിൽ സന്തോഷിച്ച വേറെ വിളിക്കപ്പെടുന്ന ഇടങ്ങളിൽ പോയി ദൈവവേല ചെയ്തു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ദൈവവേലയിൽ കുറേശ്ശെ നടത്തുവാൻ തുടങ്ങി. 2008 വരെ അങ്ങനെ ദൈവവേലയിൽ 3-4 വർഷം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മേൽപ്പുറത്തിൻ്റെ അടുത്ത് ഒരു പുതിയ പ്രവർത്തനം തുടങ്ങുവാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തെ അറിയാതെ ജനങ്ങളുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കാനോ ദൈവത്തെ സേവിക്കാതെ ജനങ്ങളുടെ നടുവിൽ പോയി പ്രവർത്തിച്ച് ദൈവകൃപയാൽ ദൈവം പല അത്ഭുതങ്ങൾ അവിടെ നടുവിൽ ചെയ്തു. ഞാൻ ഒരു വീട്ടിലും പോയിട്ടില്ല, ഒരാൾക്ക് സുവിശേഷം പറഞ്ഞിട്ടില്ല. ദൈവം നീപ്പോ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞൊരു വാഗ്ദത്തം തന്ന് എന്നെ അവിടെ അയച്ചു. അവിടെ ദൈവവേലയിൽ ചെയ്യുവാൻ ദൈവകൃപ ചെയ്തു. പ്രാർത്ഥിച്ച ദൈവകൃപ തന്നു, ഉപവാസിക്കാൻ കൃപ തന്നു. അങ്ങനെ ഉപവാസിച്ച് ദൈവത്തിൽ അടുക്കെ ജഡികമായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും ദൈവം എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിടുതൽ തന്നു. അത് ജയിക്കുവാൻ ദൈവകൃപ തന്നു. അങ്ങനെ ജഡികമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിച്ചപ്പോൾ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. ദൈവവേലയിൽ ഓരോ ദിവസവും ഓടുവാൻ ദൈവം കൃപ തന്നു. അങ്ങനെ എനിക്ക് 2 മക്കൾ ദൈവം തന്നു. 2 മക്കൾ ആൺമക്കളാണ്. മൂത്തവൻ്റെ പേര് ഐസക് ജെറോം, രണ്ടാമത്തവൻ്റെ പേര് ജേക്കബ് ജെറോം. അവരെയും വളർത്തി. അങ്ങനെ 2008 പുതിയ പ്രവർത്തനം തുടങ്ങി. അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 2009 പപ്പ മരിക്കുന്നത്. അപ്പോൾ 2009 മരിക്കുന്ന സമയം പപ്പ ഇരുന്ന സംഘടന പ്രസിഡന്റ് വന്ന് പപ്പ ചെയ്ത ദൈവവേലയിൽ തന്നെ എനിക്ക് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു. അപ്പോൾ ഇതൊരു വാഗ്ദത്തമായിരുന്നു. ഞാൻ ദൈവവേലയിൽ വന്നപ്പോൾ മിഷനറി ഫീൽഡിലോട്ട് പോകണമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, ബൈബിൾ കോളേജ് കളഞ്ഞിട്ട്. എന്നാൽ അപ്പോൾ ദൈവം പറഞ്ഞു, നീ ഒരിടത്തും പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം. ഇവിടെ നിന്നിട്ട് ഞാൻ ലോകത്തിൽ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു അവിടെയൊക്കെ നീ എനിക്ക് വേണ്ടി സാക്ഷ്യമാകണമെന്ന് പറഞ്ഞു. ആ വാക്ക് എൻ്റെ ഹൃദയത്തിൽ കടന്നു. അപ്പോൾ അന്ന് ആരും അറിയാത്ത, എൻ്റെ അടുത്ത് ചോദിച്ചില്ല, ആരുടെ ചോദിക്കാതെ തന്നെ ഈ പപ്പ ഇരുന്ന സംഘടനയുടെ പ്രസിഡന്റ് ആ ദൈവവേല എൻ്റെ കയ്യിൽ എൻ്റെ ഭാര്യയും പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു. അങ്ങനെ ഇവിടെയും ദൈവവേലയിൽ ഇടയ്ക്കോടും അപ്പോൾ ദൈവവേലയിലാണ്. അതുപോലെ മേപ്പുറത്തിലുള്ള ബ്രാഞ്ച് ചർച്ചിലും ദൈവവേല അങ്ങനെ ചെയ്തു. പല പ്രയാസങ്ങൾ നടുവിലും, ബലഹീനങ്ങൾ നടുവിലും, പലവിധമായിട്ടുള്ള രോഗബാധ്യത നടുവിലും
പല പ്രശ്നങ്ങൾ നടുവിലും ദൈവം അത്ഭുതമായിട്ട് ഓരോ ദിവസവും നടത്തി വന്നത് എനിക്ക് അറിയുവാനും കാണുവാനും ഉണരുവാനും അനുഭവിക്കുവാനും ദൈവം കൃപ തന്നു. അങ്ങനെ ലോകത്തിൽ എങ്ങനെയോ ജീവിച്ച എന്നെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് 2 ദൈവവേല മാത്രമല്ല, വേറെ സഭകളില്ലാത്ത 2 സ്ഥലങ്ങളിൽ കൂടെ പ്രവർത്തിച്ച ഇന്ന് ഒരിടത്ത് ആരാധന തുടങ്ങുവാനും ആരാധനകൾ തുടങ്ങുവാനും വേറൊരിടത്ത് ദൈവവേല തുടങ്ങുവാനുള്ള ഒരു റെഡിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. എന്നാൽ ദൈവമക്കളെ, ഒന്ന് മാത്രം പറയാൻ എനിക്കുണ്ട്. ഒരു ദൈവ പൈതന്മേൽ ദൈവ വിളി ഉണ്ടെങ്കിൽ ലോകത്തിൽ എവിടെ ഇരുന്നാലും എവിടെ ജീവിച്ചാലും എന്തായിരുന്നാലും ദൈവം അവിടെ നിന്ന് അവനെ കൊണ്ടുവന്ന് തൻ്റെ സമയമാകുമ്പോൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നുള്ള ഒരു ജീവനുള്ള ഒരു സാക്ഷ്യമാണ് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു വേലയിലല്ല ഇത്. എന്നാൽ പലപ്പോഴും ദൈവവേലയിൽ ചില കഷ്ടങ്ങളും പാടുകളൊക്കെ വരുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവമേ, എന്താണ് ദൈവമല്ലേ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്? ഞാൻ വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാൽ ദൈവം എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്താണ് ഇവിടെ കൊണ്ടാക്കിയത്? നീയല്ലേ കൊണ്ടാക്കിയത്, അതുകൊണ്ട് നീ തന്നെ എല്ലാം നോക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനയ്ക്കൊക്കെ ഓരോ ദിവസവും അടുത്ത കാര്യങ്ങൾ വരുമ്പോൾ, അടുത്ത ഘട്ടങ്ങൾ വരുമ്പോൾ ദൈവം അതിൻ്റെ ആൻസർ തന്ന ഓരോ ദിവസവും എന്നെ നടത്തുന്നത് എനിക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എനിക്ക് മേൽപ്പുറം ഭാഗത്തുള്ള പുതിയ പ്രവർത്തനം 17 വർഷമായി. അവിടെ നല്ല സ്ഥലവും നല്ല ഒരു ഹോളും ചർച്ചൊക്കെ വേണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ദൈവഹിതത്തിന് സമർപ്പിച്ചാൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. ഇന്നും സഭകളില്ലാതെ ആത്മീയ കൂട്ടായ്മ ഇല്ലാത്ത സ്ഥലങ്ങൾ എവിടെയാണോ അവിടെ പ്രവർത്തനം ആരംഭിക്കണം, അവിടെ പ്രവർത്തിക്കണം, അവിടെ ദൈവവേല കെട്ടണം എന്നുള്ള ദർശനമാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. ആ വിളിയാണ് എനിക്കുള്ളത്. ഇപ്പോൾ എൻ്റെ കൂടെ അനു ഫാമിലിയുണ്ട്. അതുപോലെ രാജുമാർ എന്നുള്ള ഒരു ഇവാഞ്ചലിസ്റ്റ് ഞങ്ങളുടെ വിശ്വാസിയായിരുന്നു. ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റുണ്ട്. ഇവരൊക്കെ ചേർന്നാണ് സഹപ്രവർത്തകരായി ചേർന്ന് ചില പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവമക്കൾ, നിങ്ങൾ ലോകത്തിൽ എവിടെ ഇരുന്നാലും ഒന്നും മറക്കരുത്. ദൈവവിളി ഉണ്ടെങ്കിൽ അവൻ എവിടെ പോയാലും അവന് എന്നെപ്പോലെ ഒരു ബുദ്ധിസ്വാധീനമില്ലാത്ത ഒരു ജീവിതം എവിടെയോ കടന്നു, എവിടെയോ ജീവിച്ചു, എവിടെയോ വളർന്ന ഒരു ജീവിതമായിരുന്നാലും ആ ജീവിതത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അവരെ വെളിയെ കൊണ്ടുവരും. അവനെ കൊണ്ടുവന്ന് തൻ്റെ മാനസാന്തരം, രക്ഷിപ്പോ, അഭിഷേകത്തെ കൊടുത്തോ ദൈവത്തിൻ്റെ വിളിയിൽ നടത്തുവാൻ ദൈവം ശക്തനാണ്. അതിനുള്ള ഒരു ജീവനുള്ള സാക്ഷിയാണ് ഞാൻ. പ്രൈസലോൺ. ഇത് കേൾക്കുന്ന ഏവർക്കും നന്ദിയുണ്ട്. ദൈവമക്കൾ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഏവർക്കും ഒരു ജീവിതത്തിൽ അനുഭവമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, നമുക്കെല്ലാവർക്കും കൈകോർക്കാം, നമുക്കെല്ലാവർക്കും ദൈവരാജ്യം കെട്ടിപ്പണിയാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.